പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒരു പുതിയൊരു പ്രഭാതം കാണാൻ അവിടുന്ന് നമ്മെ അനുവദിച്ചതിന് നമുക്ക് അവിടുത്തേക്ക് നമ്മുടെ രക്ഷകനായ കർത്താവായ ഈശോ മിശിഹായിക്ക് നന്ദി പറയാട്ടോ. ഈ ഒരു പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ കൂടിയേ തീരും. എന്നോടൊരു സഹോദരൻ പറയുമായിരുന്നു, അച്ഛാ, ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസവും നമ്മുടെ ചുറ്റും പിശാച് ഒരുപാട് പ്രലോഭനങ്ങളുടെ കുഴികൾ കുഴിച്ചിട്ടുണ്ട്. ഒരുപാട് തിന്മകളുടെ ചതിക്കുഴികൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. ഈ തിന്മകളെയൊക്കെ മറികടക്കാൻ എന്നോട് പറയുമായിരുന്നു, അച്ഛാ, നമുക്ക് ഈശോയുടെ കരുത്തുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീണുപോകും. വിശുദ്ധരായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ചലഞ്ചാ അച്ഛാ എന്ന് എന്നോട് പറയുമായിരുന്നു. ഞാൻ ചിന്തിച്ചപ്പോൾ അത് സത്യമാണ്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാതെ, കർത്താവിൻ്റെ കൃപ നമ്മളിൽ നിറയാതെ നമുക്ക് ആർക്കും വിശുദ്ധനായി ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. സങ്കീർത്തനം 119:10, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു, അങ്ങയുടെ കൽപ്പനകൾ വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. എൻ്റെ കൽപ്പനകൾ വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ എന്ന നമ്മളും പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ കൽപ്പനകൾ, അങ്ങയുടെ സ്നേഹം, അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധി വിട്ടു നടക്കാൻ ഇടയാകാതിരിക്കട്ടെ. പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇന്നെല്ലാം നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. മദ്യപാനം നോർമലായി, മദ്യപിക്കാത്ത വ്യക്തി അബ്നോർമലായി, അല്ലെങ്കിൽ പുകവലിക്കുക എന്ന് പറയുന്നത് നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് LGBTQ ജഡികതകൾ നോർമലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നടക്കുക. തെറ്റുകളെല്ലാം ശരികളും, മനുഷ്യൻ ശരികളെന്ന് കരുതിയിരുന്നവയൊക്കെ തെറ്റുകളുമാക്കി ലോകം അല്ലെങ്കിൽ സാത്താൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമോ. നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ, ഈ തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ ചട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ, പ്രലോഭനങ്ങളെ മറികടക്കാനുള്ള കൃപ എനിക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണമേ എന്ന്. നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.